വൈകിട്ട് ചായയ്ക്ക് ബ്രെഡും മുട്ടയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒട്ടും തന്നെ മസാലയൊന്നും വഴറ്റി കഷ്ടപ്പെടാതെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു സ്നാക്സിന്റെ റെസിപ്പി ആട്ടോ ഇന്നത്തേത്. ഇതുപോലെ നല്ലൊരു മയോണൈസിന്റെയോ അല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസിന്റെയോ ചില്ലി സോസിന്റെയോ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ ഉള്ളിലെ നല്ലൊരു ഫില്ലിങ്ങും അതേപോലെ തന്നെ പുറംഭാഗൊക്കെയാണെങ്കിലും നല്ലോണം മൊരിഞ്ഞു വന്നിരിക്കുന്ന കിട്ടില്ല സ്നാക്സ് തന്നെയാട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. കണ്ടു നോക്കിയാലോ എങ്ങനെ നമ്മൾ റെസിപ്പി ചെയ്തെടുക്കുന്നതെന്ന്. നമുക്കിപ്പോൾ ആദ്യം തന്നെ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഒരു അരക്കപ്പ് മൈദയിലേക്ക് ഒരു നുള്ളു ഉപ്പും അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിൽ താഴെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സ് ആക്കി എടുക്കാം കേട്ടോ. നല്ല ടൈറ്റും ആവണ്ട എന്നാൽ ഒരുപാടെങ്കിലും ലൂസും ആവണ്ട. ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് പാകത്തിന് ഒന്ന് നോക്കി മാത്രം റെഡിയാക്കി എടുക്കുക. ഈ ഒരു പരുവം കറക്റ്റ് ആണ്. നല്ല കട്ടി കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്നാക്സിനാണെങ്കിലും ഭയങ്കര കട്ടിയാവും. അതേപോലെ തന്നെ കട്ടി കുറഞ്ഞ് നല്ല ലൂസായി പോയി കഴിഞ്ഞാൽ സ്നാക്സിന്റെ കോട്ടിംഗ് ഒന്നും അത്ര നന്നായിട്ട് വരികയില്ല. അപ്പൊ ഇനിയിപ്പോ നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാൻ ഇവിടെ ഒരു 5 ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള ബ്രെഡ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ബ്രെഡ് എടുക്കുമ്പോൾ തീരെ ചെറിയ ബ്രെഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിങ്ങോട്ട് കവർ ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ബ്രെഡ് എടുക്കുക കേട്ടോ. ഇനി എടുത്തിരിക്കുന്ന ബ്രെഡിന്റെ 4 സൈഡും ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞ് നമ്മൾ ചപ്പാത്തിക്ക് ഒക്കെ പരത്തുന്ന പോലെ നല്ലോണം തന്നെ ഒന്നിങ്ങോട്ട് പരത്തിയും കൂടി എടുക്കണം. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ കട്ട് ചെയ്ത സൈഡൊക്കെ ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഉണങ്ങി ഒരു മിക്സറെ ജാറിൽ നല്ലോണം തന്നെ ഒന്നുകൂടി പൊടിച്ച് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്നുകൂടെ പരത്തിയെടുക്കുക കേട്ടോ. കണ്ടോ, തീരെ കനം കുറച്ച് നല്ലോണം തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മൾ ചെറിയ ബ്രെഡ് എടുക്കുമ്പോൾ റോൾ ചെയ്തെടുക്കാനായിട്ട് ഉള്ളിൽ ഫില്ലിങ് വെച്ച് ഒന്നുകൂടെ റോൾ ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ള ബ്രെഡ് തന്നെ എടുക്കുന്നത്. ഇനിയിപ്പോൾ വേണ്ടത് ഒരു 2 മുട്ടയാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സ് ആക്കി എടുക്കാം. നമ്മുടെ ഈ സ്നാക്സിലേക്ക് ഒരു 3 മുട്ടയാട്ടോ ശരിക്കും വേണ്ടത്. 2 മുട്ട ഇതേപോലെ നല്ലോണം ഒന്നുകൂടി ചിക്കി എടുക്കണം. അതേപോലെ തന്നെ ഒരു മുട്ട ഒന്നുകൂടി പുഴുങ്ങി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി എടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ റെഡിയാക്കി എടുക്കാനായിട്ട് 1 ടീസ്പൂൺ ഓയിൽ ഒന്ന് ചൂടാക്കി കഴിയുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സാധാരണ നമ്മൾ മുട്ടയൊക്കെ ചിക്കി എടുക്കില്ലേ, അതേപോലെ തന്നെ ഒന്നും കൂടി ചിക്കി എടുത്താൽ മതി. ചെറിയ പീസായിട്ട് ചിക്കി എടുക്കാം കേട്ടോ. കണ്ടത് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്നും കൂടി ചിക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ചെറിയ പീസായിട്ടാട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിലാണ് ബ്രെഡിന്റെ ഉള്ളിൽ വെച്ച് നല്ലോണം തന്നെ ഒന്നും കൂടി റോൾ ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഒരുപാട് വലിയ പീസായി പോകരുതേ. അപ്പൊ ഇത് മതി. ഇനിയിപ്പോ നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കി എല്ലാ ചേരുവകളും കൂടി ചേർത്ത് ഒന്നും കൂടി മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാള ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തും എരിവിന് വേണ്ടി ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത ഒരു ചെറിയൊരു പിടി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ വേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഒരു മുട്ട മഞ്ഞയോട് കൂടി തന്നെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞ ഒഴിവാക്കൊന്നും വേണ്ട, മഞ്ഞയോട് കൂടി തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ ചില്ലി സോസും കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ മയോണൈസും കൂടി ചേർത്ത് കൊടുത്തായേ. മയോണൈസ് മിസ് ചെയ്ത് കേട്ടോ. ഈ 3 സോസും നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സ് ആക്കി ശരിക്കും ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കുക. ഈ സമയം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എരിവൊക്കെ കുറച്ചും കൂടി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ. ഞാനിപ്പോൾ പച്ചമുളക് ചേർത്തുകൊണ്ടാണ് വേറെ എക്സ്ട്രാ കുരുമുളക് പൊടി ചേർക്കാത്തത്. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നുകൂടി മിക്സ് ആക്കി ശരിക്കും യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ്ങിന്റെ പരിപാടി എന്ന് പറയുന്നത്. നമ്മുടെ ആ സോസും അതേപോലെ തന്നെ മുട്ടയും എല്ലാം കൂടി ചേർന്ന് വരുന്ന ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇങ്ങനെ വെറുതെ ഇരുന്ന് കഴിക്കാനാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആണ്. ഇനിയിപ്പോൾ റെഡിയാക്കി എടുക്കാനായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പരത്തി വെച്ചിരിക്കുന്ന ബ്രെഡിന്റെ നടുക്കിലേക്ക് നമ്മുടെ ഫില്ലിംഗ് കൂടി ചേർത്ത് കൊടുക്കുവാണ്. കൂടെ തന്നെ മൈദയുടെ മിക്സ് ഉണ്ടല്ലോ, അത് 4 സൈഡിലും ഒന്ന് ജസ്റ്റ് ഒന്ന് പേസ്റ്റും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. അപ്പൊ കുറച്ച് വലിയ ബ്രെഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിലാണ് ഒട്ടും തന്നെ പൊട്ടിയൊന്നും പോരാതെ ഉള്ളിലാണെന്നുണ്ടെങ്കിലും ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് കൊണ്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അതുമല്ല 2 സൈഡും പുറത്തേക്കൊന്നും വിട്ടു പോരാതെ നന്നായിട്ട് തന്നെ ഒന്നുകൂടി പ്രസ് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. കണ്ടോ, എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റാവുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബ്രെഡ് റോളിന്റെ റെസിപ്പി തന്നെയാണ്. ഇനിയിപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മൈദയുടെ മിക്സിലും അതേപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസിലും നന്നായിട്ട് തന്നെ ഒന്നുകൂടെ കവറും കൂടി ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ നേരത്തെ സൈഡൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ ആ ബ്രെഡ് ഉണ്ടായിരുന്നല്ലോ, ആ സൈഡും അതേപോലെ തന്നെ വേറെ എക്സ്ട്രാ ഒരു 2 ബ്രെഡും കൂടി മിക്സിയുടെ ജാറിൽ നന്നായിട്ട് തന്നെ ഒന്നുകൂടി പൊടിച്ചെടുത്തിരിക്കുക കേട്ടോ. ഒട്ടും തന്നെ മൈദയുടെ ഭാഗമൊന്നും പുറത്തേക്ക് കാണാതെ നല്ലോണം തന്നെ ബ്രെഡ് ക്രംസിൽ ശരിക്കും ഒന്നുകൂടെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ബാക്കി എല്ലാ ബ്രെഡും ഇതേപോലെ റോൾ ചെയ്ത് നമ്മുടെ മൈദയുടെ മിക്സിലും ബ്രെഡ് ക്രംസിലും നല്ലോണം തന്നെ കവർ ചെയ്ത് നല്ല ചൂടായ ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കലാണ് ചെയ്യുന്നത്.
കണ്ടതാ നല്ല അടിപൊളിയായിട്ട് തന്നെ കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയത്തിൽ തന്നെയാട്ടോ വെച്ചിരിക്കുന്നത്. ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഓരോ സ്നാക്സും കൊണ്ട് വെച്ച് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുറംഭാഗമൊക്കെയാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് കളർ മാറിപ്പോവും. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എണ്ണ കുടിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചിരുന്നാൽ മതി. ഒരു വശമൊക്കെ നന്നായിട്ട് റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുത്ത് 2 വശവും നല്ലോണം കളർ മാറി റെഡി ആയി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കോരിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്സിന്റെ പരിപാടി എന്ന് പറയുന്നത്. കണ്ടോ, നല്ലോണം തന്നെ കളറൊക്കെ മാറി അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോവാതെ ഒരുപാട് എണ്ണയൊന്നും കുടിക്കാതെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബാക്കി ബ്രെഡ് റോളും ഇതേപോലെ തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഒട്ടും തന്നെ മസാലയൊന്നും വഴറ്റാതെ മുട്ടയും ബ്രെഡും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് തന്നെയാണ്. ഇതുപോലെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ചൂട് ചായയുടെയും മയോണൈസിന്റെയോ അല്ലാന്നുണ്ടെങ്കിൽ സോസിന്റെയോ ഒക്കെ കൂടെ എല്ലാവരും അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കുക. കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മറക്കാതെ അറിയിക്കണേ. കണ്ടതാ ഇതുപോലെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വീഡിയോ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പൊ നമുക്ക് ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.